നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ്ടും ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് മധ്യപൂർവേഷ്യയെ തന്നെയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വെടിനിർത്തലും സംഘർഷം കുറയുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാകുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇത് മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണോ, അതോ സമ്മർദ്ദത്തിലൂടെ പരസ്പരം വഴങ്ങാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളോ? ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളും അതിൻ്റെ പിന്നിലെ കാരണങ്ങളും ലോകത്തെ ബാധിക്കാവുന്ന പ്രത്യാഘാതങ്ങളും വിശദമായി നോക്കാം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വൈരത്തിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. എന്നാൽ കഴിഞ്ഞ മാസങ്ങളിലെ സംഘർഷങ്ങൾക്കു ശേഷം സ്ഥിതി ശാന്തമാകുമെന്ന് പലരും കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇരു രാജ്യങ്ങളും കടുത്ത ഭാഷയിലാണ് പരസ്പരം മുന്നറിയിപ്പുകൾ നൽകുന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നിലെ ബുദ്ധി ജൂതൻ്റെയാണെന്ന് പറയാതെ വയ്യ. അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഇസ്രയേൽ ഒപ്പുവെച്ചിട്ടില്ല. ഇസ്രയേലിന്റെ സമ്മതത്തോടെ നടന്ന വെടിനിർത്തൽ കരാർ അല്ലതാനും. മാത്രമല്ല, ഇറാനെ 100% നിരായുധീകരിക്കണമെന്ന നിർബന്ധമാണ് ഇസ്രയേലിനുള്ളത്. ഇതിനായി IRGCയെ നിരന്തരം പ്രകോപിപ്പിക്കുന്നതാണ് IDF ശൈലി. ലബനാനിലെ സമാധാന കരാർ നിലനിൽക്കുമ്പോൾ തന്നെ തെക്കൻ ലബനനിൽ IDF ആക്രമണം നടത്തി. തെക്കൻ ലബനനിലെ നബാത്തിയ മേഖലയിൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി ലബനൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ NNA റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബാത്തിയ അൽഫൗക പ്രദേശത്തെ ഫറ അമ്യൂസ്മെന്റ് പാർക്ക് ജംഗ്ഷനു സമീപമാണ് ഇസ്രയേലിന്റെ ഡ്രോൺ പതിച്ചത്. ഇറാന്റെ തെക്കൻ തീരപ്രദേശങ്ങളായ സിരിക്ക, ഖ്വഷം ദ്വീപ് എന്നിവിടങ്ങളിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾക്കും ഡ്രോൺ സംഭരണശാലകൾക്കും നേരെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് തുടർച്ചയായി വ്യോമാക്രമണം നടത്തി. മധ്യപൂർവേഷ്യയിലെ പല മേഖലകളിലും ഇറാനുമായി ബന്ധമുള്ള സായുധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്നു. അവരെ അടിച്ചൊതുക്കുക എന്നതിൽ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാണ്. ഇവരുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായാൽ അമേരിക്ക തിരിച്ചടിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും. അങ്ങനെ സംഭവിച്ചാൽ സ്ഥിതി വളരെ വേഗത്തിൽ നിയന്ത്രണാതീതമാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയുടെ ലക്ഷ്യം ഇറാൻ ആണവായുധ ശേഷി നേടുന്നത് തടയുക എന്നതാണ്. അതോടൊപ്പം മധ്യപൂർവേഷ്യയിലെ തങ്ങളുടെ സഖ്യരാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അമേരിക്കയ്ക്ക് ഉദ്ദേശമുണ്ട്. ഇതിനായി നാവികസേനയും വ്യോമസേനയും മേഖലയിൽ സജ്ജമായി തുടരുകയാണ്. അമേരിക്ക നേരിട്ട് യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും സ്വന്തം സൈന്യത്തിനോ സഖ്യകക്ഷികൾക്കോ നേരെ ആക്രമണം ഉണ്ടായാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഹോർമോസ് കടലിടുക്കിൽ രണ്ടാമത്തെ എണ്ണക്കപ്പലിനു നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന് ആരോപിച്ചാണ് ഇറാനിലെ വിവിധ ഇടങ്ങളിൽ ഇന്നലെ US സേനയുടെ ആക്രമണമുണ്ടായത്. ഇതിനു മറുപടിയായി പശ്ചിമേഷ്യയിലെ US സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്ന് ഇറാനും സമ്മതിച്ചു. വെടിനിർത്തൽ ലംഘനം തുടർന്നാൽ ഇറാനെതിരെ കൂടുതൽ ആക്രമണം സംഘടിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അങ്ങനെയുണ്ടായാൽ US കേന്ദ്രങ്ങളിൽ നരകം വിതയ്ക്കും എന്നാണ് ഇറാന്റെ മറുപടി. ഇതോടെ ഇസ്രയേലിന്റെ ആവശ്യം നടന്നു കഴിഞ്ഞു. ഒരാഴ്ച മാത്രം ആയുസ്സുള്ള വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന സൂചന. അമേരിക്ക ഇറാന്റെ ആണവ പദ്ധതി വീണ്ടും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ആവശ്യമായാൽ കൂടുതൽ ഉപരോധങ്ങളും മറ്റ് നടപടികളും സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇറാൻ പറയുന്നത് തങ്ങൾ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും സ്വന്തം സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും എന്നുമാണ്. ഇതാണ് ലോകത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തുന്നത്. ഇന്നും ഈ തർക്കത്തിന്റെ കേന്ദ്രബിന്ദു ഇറാന്റെ ആണവ പദ്ധതി തന്നെയാണ്. ഇറാൻ പറയുന്നത് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കായാണ്. എന്നാൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പറയുന്നത് അതിലൂടെ ആണവായുധ ശേഷിയിലേക്ക് ഇറാൻ നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നതാണ്. ഇതിനെ തുടർന്നാണ് ഉപരോധങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളും വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. US സൈന്യം തങ്ങളുടെ ജോലി തീർക്കാൻ നിർബന്ധിതരായാൽ ഇറാൻ ബാക്കിയുണ്ടാവില്ലെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇറാനെതിരെ US വീണ്ടും ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെ ഈ പ്രതികരണം. ന്യായവും നീതിയും നോക്കി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായേക്കാം. ഞങ്ങൾ വിജയകരമായി തുടങ്ങിയ ജോലി പൂർത്തിയാക്കാൻ US സൈന്യം നിർബന്ധിതരാകും. അങ്ങനെ ഉണ്ടായാൽ ഇറാൻ ഇനി ബാക്കിയുണ്ടാവില്ല, ട്രംപ് പറഞ്ഞു. USന്റെ ആക്രമണങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് ഇറാന്റെയും ഒരുക്കം. US-മായി ഒപ്പിട്ട ധാരണാപത്രം അനുസരിച്ച് ഹോർമസിലൂടെ കപ്പലുകൾക്ക് സുരക്ഷാപാത ഒരുക്കാനുള്ള അവകാശം തങ്ങൾക്കാണെന്നും ഇത് ലംഘിച്ച് US നാവികസേനയുടെ നേതൃത്വത്തിൽ കപ്പലുകളെ ഒമാൻ തീരത്തുകൂടി പോകാൻ അനുവദിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്നും ഇറാൻ പറയുന്നു. ഇതിനെ തുടർന്നാണ് ഗൾഫ് മേഖലയിൽ സംഘർഷം ശക്തമാക്കിക്കൊണ്ട് കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. കുവൈറ്റിലെ അലി അൽസാലം വ്യോമസേനാ താവളത്തിനും മനാമയിലെ US 5ാം നാവിക വ്യൂഹത്തിനും നേരെയാണ്
ആക്രമണമുണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചു. 5 ഇറാനിയൻ തീരദേശ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിന് പകരമായാണ് ഈ നടപടിയെന്ന് IRGC വ്യക്തമാക്കി. അതേസമയം വ്യോമാതിർത്തിയിലെ ഭീഷണികളെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നേരിടുകയാണെന്ന് കുവൈറ്റ് സായുധ സേന അറിയിച്ചു. ഇറാൻ പറയുന്നത് അമേരിക്കയുടെ സമ്മർദ്ദ നയങ്ങൾ അവസാനിപ്പിക്കണമെന്നും അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കണമെന്നുമാണ്. തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടരുമെന്നും ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും ഇറാൻ ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും ഇപ്പോൾ വളരെ സൂക്ഷ്മമായ സാഹചര്യത്തിലാണ്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ഭാവി സംബന്ധിച്ചും സംശയമുയരുന്നു. ഹോർമുസ് വഴിയുള്ള കപ്പൽ നീക്കം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ ഇത് ബാധിക്കുമെന്ന റിപ്പോർട്ടുകൾ അടുത്ത ദിവസങ്ങളിൽ ഓഹരി, ക്രൂഡ് ഓയിൽ, സ്വർണ്ണ വിപണികളെ സ്വാധീനിച്ചേക്കും. എന്നാൽ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള അടുത്ത ഘട്ട ചർച്ചകൾ തിങ്കളാഴ്ച ആരംഭിക്കുന്നത് പ്രതീക്ഷ തന്നെയാണ്. ഈ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും ഏഷ്യയിലെ പല രാജ്യങ്ങളും ആശങ്കയിലാണ്. കാരണം ഒരു വലിയ യുദ്ധം ആരംഭിച്ചാൽ അതിന്റെ ആഘാതം മധ്യപൂർവേഷ്യയിൽ മാത്രം ഒതുങ്ങില്ല. എണ്ണവില ഉയരാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര വ്യാപാരത്തെ ബാധിച്ചേക്കാം. ഓഹരി വിപണികളിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാം. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം തീർച്ചയായും ഇന്ത്യയെയും ബാധിക്കും. തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് ICICI സെക്യൂരിറ്റീസ് റിപ്പോർട്ടുണ്ട്. പലവിധ കാരണങ്ങൾ കൊണ്ട് 2024 സെപ്റ്റംബറിന് ശേഷം വിപണിയെ ബാധിച്ച മന്ദത ഉടൻ മാറും. സാമ്പത്തിക മേഖലയും കമ്പനികളുടെ വാല്യുവേഷനും മെച്ചപ്പെട്ടതും ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതും വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റം പതുക്കെയായതും ഓഹരികൾക്ക് ഗുണകരം തന്നെയാണ്. റിസ്ക് നിലവിലുണ്ടെങ്കിലും വിപണിയെ കരകയറ്റുന്ന കാര്യങ്ങൾ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ഇറാൻ-അമേരിക്ക സംഘർഷം ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കാം. ഇന്ത്യക്ക് മധ്യപൂർവേഷ്യ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു പങ്ക് ഈ മേഖലയെ ആശ്രയിച്ചാണ്. സംഘർഷം ശക്തമായാൽ എണ്ണവില ഉയരാൻ സാധ്യതയുണ്ട്. അതിന്റെ പ്രതിഫലനം ഇന്ത്യയിലെ ഇന്ധനവിലയിലും ഗതാഗത ചെലവിലും സാധനങ്ങളുടെ വിലയിലും പ്രതിഫലിച്ചേക്കാം. കൂടാതെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെയും സുരക്ഷ പ്രധാന വിഷയമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയരുന്ന ചോദ്യം ഇതാണ്: വീണ്ടും പൂർണ്ണ യുദ്ധം നടക്കുമോ? വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഇരു രാജ്യങ്ങളും നേരിട്ടുള്ള വലിയ യുദ്ധം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. കാരണം അത്തരമൊരു യുദ്ധത്തിന്റെ സാമ്പത്തികവും സൈനികവുമായ ചെലവ് വളരെ വലുതായിരിക്കും. എന്നാൽ ചെറിയ ആക്രമണങ്ങൾ, പ്രത്യാക്രമണങ്ങൾ, ഉപരോധങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, പ്രോക്സി ഗ്രൂപ്പുകളിലൂടെ നടക്കുന്ന ഏറ്റുമുട്ടലുകൾ എന്നിവ തുടരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടാണ് ഓരോ പുതിയ സംഭവവും ലോകം അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ 3 സാധ്യതകളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തേത്, നയതന്ത്ര ചർച്ചകൾ വീണ്ടും ശക്തമാകുകയും സംഘർഷം കുറയുകയും ചെയ്യുക. രണ്ടാമത്തേത്, ചെറിയ തോതിലുള്ള സൈനിക നടപടികൾ തുടരുകയും എന്നാൽ പൂർണ്ണ യുദ്ധം ഒഴിവാകുകയും ചെയ്യുക. മൂന്നാമത്തേത്, ഏതെങ്കിലും അപ്രതീക്ഷിത ആക്രമണം വലിയ തിരിച്ചടിയിലേക്ക് നയിക്കുകയും സാഹചര്യം കൂടുതൽ വഷളാകുകയും ചെയ്യുക. ഇപ്പോൾ ലോകം പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ സാധ്യത തന്നെയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വീണ്ടും അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായ ഉത്തരമൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്: മധ്യപൂർവേഷ്യയിലെ ഓരോ ചെറിയ സംഭവവും ഇനി ലോക സമ്പദ് വ്യവസ്ഥയെയും എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും നേരിട്ട് സ്വാധീനിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ ഓരോ ഔദ്യോഗിക പ്രഖ്യാപനവും ലോകം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.